ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കളർഫുൾ ഇ മീഡിയ. ആലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് 2024 സബ് ജില്ലാ തലത്തിൽ UP വിഭാഗത്തിൽ ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മയ്യിസ് ഷാദ് ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ അൽ മത്വാർ, ഓപ്ഷൻ ബി മൗഖിഫുൽ ഹാഫില, ഓപ്ഷൻ സി മഹത്തത്തുൽ കിത്വാർ, ഓപ്ഷൻ ഡി മുഹാസിബ്. മത്വാർ മീൻസ് എയർപോർട്ട്, മൗഖിഫുൽ ഹാഫില ബസ് സ്റ്റാൻഡ്, മഹത്തത്തുൽ കിത്വാർ റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻ ഡി മുഹാസിബ് കാൽക്കുലേറ്റർ. ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാത മത കൈഫ മിനൽ അദവാത്തി ഡാഷ്. മാത മത കൈഫ ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഓപ്ഷൻ എ മുലാരി, ഓപ്ഷൻ ബി അൽ ഇസ്തിഫ്ഹാം, ഓപ്ഷൻ സി അൽ ജസ്മ്, ഓപ്ഷൻ ഡി അഷർൽ. ആൻസർ ഓപ്ഷൻ ബി അൽ ഇസ്തിഫ്ഹാം. അദവാത്തുൽ ഇസ്തിഫ്ഹാമിൽപ്പെട്ടതാണ് മാത മത കൈഫ എന്നതൊക്കെ. ചോദ്യങ്ങൾ ചോദിക്കാനായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മൂന്നാമത്തെ ചോദ്യം, ഇമാത്തത്തുൽ അദാ അനി തുരീഖി ഡാഷ്. വിട്ട ഭാഗത്ത് പൂരിപ്പിച്ചെഴുതാനുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വതക്ക, ഓപ്ഷൻ ബി സ്വതമ, ഓപ്ഷൻ സി മുസീബ, ഓപ്ഷൻ ഡി ഹദീഖ. ഇമാത്തത്തുൽ അദാ അനി തുരീഖ് എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കൽ. എന്താണ്? സ്വതക്കയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വതക്ക. നാലാമത്തെ ചോദ്യം, കിസ്സ തജാരിബി മാൽ ഹഖീഖ കിതാബുൻ മഷ്ഹൂറുൻ ബി കലമി ഡാഷ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥം ആരുടേത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി അംബേദ്കർ, ഓപ്ഷൻ ഡി തൈമൂർ. ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധി. അഞ്ചാമത്തെ ചോദ്യം, മുനീറുൻ ത്വാലിബുൻ ഹാദിഹി ജുംല ഡാഷ്. മുനീറുൻ ത്വാലിബുൻ എന്ന ജുംല ഏതിനത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫിയലിയ, ഓപ്ഷൻ ബി ഇസ്മിയ, ഓപ്ഷൻ സി ഹർഫിയ, ഓപ്ഷൻ ഡി ഖൈരിയ. മുനീറുൻ ത്വാലിബുൻ, മുനീർ വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പോൾ ആ ജുംല തുടങ്ങിയത് മുനീർ എന്ന ഇസ്മിലായതുകൊണ്ട് തന്നെ ആ ജുംലത്തുൻ ഇസ്മിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇസ്മിയ. ആറാമത്തെ ചോദ്യം, കാന നസീമുൻ ഡാഷ്. ഓപ്ഷൻ എ മുസാരിയുൻ, ഓപ്ഷൻ ബി മുസാരിയിൻ, ഓപ്ഷൻ സി മുസാരിയൻ, ഓപ്ഷൻ ഡി മുസാരിയത്തൻ. കാന അഹവാത്ത് വന്നാൽ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ആണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാനയുടെ ഇസ്മായ നസീമിന് റഫ് അവിടെ ചെയ്തിട്ടുണ്ട്. ഖബർ എന്താണ്? മുസാരിയാണ്. അപ്പോൾ ഖബറിന് നസ്ബ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ്, മുസാരിയൻ. ഏഴാമത്തെ ചോദ്യം, മൻഹിയ അവ്വലു ഷഖ്സിയത്തിൻ അറബിയ ഫാസത്ത് ബിജായിസത്തി മൻ ബുക്കർ അദ്ദൗലിയ. മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ അറബ് വനിത ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡോക്ടർ ജോഗ ഹാരിസി, ഓപ്ഷൻ ബി കൽപ്പന ചൗള, ഓപ്ഷൻ സി സുനിത വില്യംസ്, ഓപ്ഷൻ ഡി സാനിയ മിർസ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ജോഗ ഹാരിസി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലീ റിജിലാനി അജിലിസു അല വജിഹിൻ നാസ് ഉസായിദു അയുനൻ നാസി മൻ അന. ലീ റിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. അജിലിസു അല വജിഹിൻ നാസ്, ഞാൻ ജനങ്ങളുടെ മുഖത്താണ് ഇരിക്കുന്നത്. ഉസായിദു അയുനൻ നാസി, ജനങ്ങളുടെ കണ്ണിനാണ്, കാഴ്ചക്കാണ് ഞാൻ സഹായിക്കുന്നത്. മൻ അന, ഞാൻ ആരാണ്? ഓപ്ഷൻ എ ഉക്കാസ, ഓപ്ഷൻ ഡി ഷംസിയ, ഓപ്ഷൻ സി നല്ലാറ, ഓപ്ഷൻ ഡി കുർസിയ.
നമ്മുടെ കാഴ്ചക്ക് സഹായിക്കുന്ന മുഖത്തിരിക്കുന്ന ആൾ ആരാണ്? ഓപ്ഷൻ സി ആണ്, നല്ലാറ, കണ്ണൂർ. 9ാമത്തെ ചോദ്യം, മതാ തഅസ്സസത് വിലായത്ത് കൈരള. കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോൾ? ഓപ്ഷൻ എ നവംബർ 1964, ഓപ്ഷൻ ബി 1969 നവംബർ, ഓപ്ഷൻ സി 1965 നവംബർ, ഓപ്ഷൻ ഡി 1957 നവംബർ. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് എന്ന ഓപ്ഷൻ ഇതിലില്ല. ഇതിലുള്ള 4 ഓപ്ഷനും തെറ്റാണ്. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. എന്നാലും നമുക്ക് പഠിക്കണ്ടേ? ആൻസർ 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായത്. 10ാമത്തെ ചോദ്യം, കം ഉലുവൻ ഫി രാജ്യസഭ മിൻ വിലായത്തി കേരള. കേരളത്തെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 140, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 60. ആൻസർ ഓപ്ഷൻ സി ആണ്, 9. 11ാമത്തെ ചോദ്യം, മൻ ലുക്കിബ ബിഷായറുന്നീൽ. ഷായറുന്നീൽ, നൈലിൻ്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ നജീബ് മഹ്ഫൂദ്, ഓപ്ഷൻ ബി അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ സി ഹാഫിൽ ഇബ്രാഹിം, ഓപ്ഷൻ ഡി ത്വാഹ ഹുസൈൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാഫിൽ ഇബ്രാഹിം. 12ാമത്തെ ചോദ്യം, ആസിമത്തു മണിപ്പൂർ. മണിപ്പൂരിൻ്റെ തലസ്ഥാനം? ഓപ്ഷൻ എ ഭോപ്പാൽ, ഓപ്ഷൻ ബി ഭുവനേശ്വർ, ഓപ്ഷൻ സി ഇറ്റാനഗർ, ഓപ്ഷൻ ഡി ഇംഫാൽ. ആൻസർ ഓപ്ഷൻ ഡി ഇംഫാൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഹ്ദ അജായിബ് ദുന്യസബ് ഫിൽ ഹിന്ദ്. ലോകമഹാത്ഭുതങ്ങളിൽപ്പെട്ട 7 ലോകമഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്ന് ഇന്ത്യയിലെ, ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ഏതാണ്? ഓപ്ഷൻ എ കൽഅത്തുൽ ഹംറാവ്, ഓപ്ഷൻ ബി താജ്മഹൽ, ഓപ്ഷൻ സി അൽ മനാറാത്തുൽ അർബ, ഓപ്ഷൻ ഡി കുത്തബ് മീനാർ. ഇന്ത്യയിലെ ലോകമഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഓപ്ഷൻ ബി താജ്മഹൽ. 14ാമത്തെ ചോദ്യം, ഐന യജ്രി കൗസു കൂബ അമേരിക്ക 2024. കോപ്പ അമേരിക്ക 2024 നടക്കുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ അൽ വിലായത്തുൽ മുത്തഹിദ, ഓപ്ഷൻ ബി അൽ ഇമാറാത്തുൽ മുത്തഹിദ, ഓപ്ഷൻ സി അൽ ഉമമുൽ മുത്തഹിദ, ഓപ്ഷൻ ഡി അറാബിത്തത്തുൽ മുത്തഹിദ. കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, അൽ വിലായത്തുൽ മുത്തഹിദ. 15ാമത്തെ ചോദ്യം, ഐന തഖൗ മഖറു ഇത്തിഹാദിൽ മുഅല്ലിമി അൽ അറബിയ കൈരള. KATFൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 16ാമത്തെ ചോദ്യം, ഇന്ദി തിസ്അത്തു ഡാഷ്. ഓപ്ഷൻ എ കിതാബാനി, ഓപ്ഷൻ ബി കിതാബൻ, ഓപ്ഷൻ സി കുത്തുബിൻ, ഓപ്ഷൻ ഡി കാത്തിബൻ. ആൻസർ സി ആണ്, കുത്തുബിൻ. ഇന്ദി തിസ്അത്തു കുത്തുബിൻ. 17ാമത്തെ ചോദ്യം, ഉറാബുൻ ജമ. ഉറാബ് എന്നതിൻ്റെ ബഹുവചനം. ഉറാബ് ജമഹു ഡാഷ്. ഓപ്ഷൻ എ ഇർബാൻ, ഓപ്ഷൻ ബി ഉർബത്ത്, ഓപ്ഷൻ സി മഗ്രിബ്, ഓപ്ഷൻ ഡി ഉറാറ്. ആൻസർ ഓപ്ഷൻ എ ഇർബാൻ. 18ാമത്തെ ചോദ്യം, ഐന ബദഅ കൊറോണ അവലൻ. ആദ്യമായി കൊറോണ തുടങ്ങിയത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ സ്വീൻ, ഓപ്ഷൻ ബി മലേഷ്യ, ഓപ്ഷൻ സി അൽ ജസായർ, ഓപ്ഷൻ ഡി അൽ ഹിന്ദ്.
ആൻസർ ഓപ്ഷൻ എ സ്വീന്, ചൈനയിൽ. 19ാമത്തെ ചോദ്യം, കം ജനാഹൻ ലി ദുബാബ്, ഈച്ചയ്ക്ക് എത്ര ചിറകുകളുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ എ 2. 20ാമത്തെ ചോദ്യം, മാഹിയ സൂറ അറൂസുൽ ഖുർആൻ, അറൂസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ഇഖ്ലാസ്, ഓപ്ഷൻ ബി സൂറത്തു യാസീൻ, ഓപ്ഷൻ സി സൂറത്തുർ റഹ്മാൻ, ഓപ്ഷൻ ഡി സൂറത്തുൽ ഫാത്തിഹ. ആൻസർ ഓപ്ഷൻ സി സൂറത്തുർ റഹ്മാൻ. ഈ 20 ചോദ്യങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. സബ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയത് ആരൊക്കെയാണ്, ഫുൾ മാർക്ക് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.